തമിഴ്നാട്ടിൽ ഗവർണർ സർക്കാർ പോര് വീണ്ടും രൂക്ഷം. ആർ.എൻ. രവിക്കെതിരെ DMK രംഗത്തെത്തിയിരിക്കുന്നു. കെ പൊന്മുടിയുടെ സത്യപ്രതിജ്ഞ തടഞ്ഞത് കോടതിയലക്ഷ്യമെന്ന ആരോപണം. ഗവർണറെ രാഷ്ട്രപതി തിരിച്ചു വിളിക്കണമെന്നും DMK ആവശ്യപ്പെടുന്നു. വിനയ് ഉണ്ണി വിവരങ്ങളുമായുണ്ട്. വിനയ്, ഏറ്റവും ഒടുവിൽ പൊന്മുടി മന്ത്രിയുടെ സംഭവം ഉൾപ്പെടെ നടന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. മന്ത്രിസ്ഥാനത്തേക്കുള്ള അദ്ദേഹത്തിന്റെ തിരികെ വരവിനെ തുടർന്ന് ആർ.എൻ. രവി എടുത്ത നിലപാട് നിലവിൽ ഇപ്പോൾ ഏതു തലത്തിലേക്ക് എത്തി നിൽക്കുന്നു അവിടെ ഗവർണർ സർക്കാർ പോര്? DMK നേതാവായ കെ പൊന്മുടിയുടെ നിയമസഭാംഗത്വം അത് നിയമസഭാ സെക്രട്ടേറിയറ്റ് പുനഃസ്ഥാപിച്ചതോടുകൂടിയാണ് ഇദ്ദേഹത്തിന് മന്ത്രി സ്ഥാനത്തേക്കുള്ള ഒരു പരിഗണന അല്ലെങ്കിൽ അതിലേക്ക് വേണ്ടി MK സ്റ്റാലിൻ ഗവർണർക്ക് കത്ത് നൽകിയത്. പക്ഷേ ആ കത്ത് തള്ളിക്കൊണ്ട് കഴിഞ്ഞ ദിവസം രാത്രി ഗവർണർ രംഗത്തെത്തിയിരുന്നു. സുപ്രീം കോടതി ഈ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ ശിക്ഷ അത് മരവിപ്പിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നതെന്നായിരുന്നു ഗവർണർ പറഞ്ഞത്. അല്ലാതെ കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തിയിട്ടില്ല എന്നും ആയിരുന്നു ഗവർണറുടെ ഒരു വ്യാഖ്യാനം. എന്നാൽ ഈ വ്യാഖ്യാനം കോടതി ലക്ഷ്യമാണെന്നാണ് ഇപ്പോൾ DMK ആരോപിക്കുന്നത്. ഗവർണറുടേതായിട്ടുള്ള ഒരു വ്യാഖ്യാനം ഈ കോടതി ഉത്തരവിൽ നടപ്പാക്കുകയാണ് എന്നാണ് DMK ആരോപിച്ചിരിക്കുന്നത്. ഗവർണർ ആർ.എൻ. രവി തീർത്തും സുപ്രീം കോടതിയുടെ കോടതിയലക്ഷ്യം നടത്തുകയാണ് എന്നാണ് DMK ആരോപിച്ചിരിക്കുന്നത്. മാത്രമല്ല രാഷ്ട്രപതിയോട് ഗവർണറെ തിരിച്ചു വിളിക്കണമെന്നും ഇപ്പോൾ DMK ആവശ്യപ്പെട്ടിട്ടുണ്ട്. കെ പൊന്മുടിയെ തിരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് തന്നെ ഈ മന്ത്രിസ്ഥാനത്തേക്ക് എത്തിക്കുക എന്നായിരുന്നു DMK ലക്ഷ്യം. പക്ഷേ ആ ഒരു കാര്യം ഗവർണർ ഇപ്പോൾ തടഞ്ഞിട്ടിരിക്കുകയാണ്. സുപ്രീം കോടതി വിധി മരവിപ്പിച്ചിട്ടുണ്ടെങ്കിലും കുറ്റക്കാരനാണെന്ന് കണ്ടെത്താത്ത സാഹചര്യം അത് ചൂണ്ടിക്കാട്ടിയുള്ള ഗവർണറുടെ നിയമമാണ്. എന്തായാലും നിയമ നടപടി ഇനി സുപ്രീം കോടതിയിലേക്കും മറ്റു കോടതികളിലേക്കും ഒക്കെ പോകുമെന്നാണ് ഇപ്പോൾ കരുതുന്നത്. എന്തായാലും തമിഴ്നാട്ടിൽ സർക്കാർ ഗവർണർ പോര് കൂടുതൽ രൂക്ഷമാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ശരി, വിനയ് ഉണ്ണിയാണ് വിവരങ്ങൾ നൽകുന്നത്. എന്തായാലും രാഷ്ട്രപതിയോട് ഗവർണറെ തിരിച്ചു വിളിക്കണമെന്നുള്ള ആവശ്യവുമായി മുന്നോട്ട് പോവുകയാണ് DMK.